നമ്മുടെ സഞ്ജു സാംസണെ ഒന്നോ രണ്ടോ കളികളിൽ മോശം പെർഫോമൻസോ അല്ലെങ്കിൽ ലോ സ്കോറിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പം ടീമിൽ നിന്ന് പുറത്തല്ലേ. സഞ്ജുവിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ പല പ്ലേയേഴ്സും ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ ടീമിൽ എത്തിക്കഴിഞ്ഞാലോ IPL ടീമിൽ എത്തിക്കഴിഞ്ഞാലോ മോശം പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയുടെ പേരിൽ പുറത്താകും. എന്നാൽ ഞാൻ നിങ്ങളോട് വേറൊരു അപൂർവമായ കഥ പറയട്ടെ. ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് നടന്നതൊന്നുമല്ല. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു പ്ലെയർ അരങ്ങേറ്റം കുറിക്കുകയും ആദ്യത്തെ 6 കളികളിൽ 5 കളി ഡക്ക്, ഒരു കളിൽ 1 റണ്ണ്, അതായത് ടോട്ടൽ 6 കളികളിൽ ഇന്ത്യക്കും ഓസ്ട്രേലിയക്കുമെതിരെ കളിച്ചപ്പോൾ 1 റൺ മാത്രം സ്കോർ ചെയ്ത് ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നെ 7 വർഷത്തിന് ശേഷം ടീമിലേക്ക് വന്നിട്ട് 6 ഡബിൾ സെഞ്ചുറി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ സ്കോർ ചെയ്യുകയും ആ രാജ്യത്തിന് വേണ്ടി ക്യാപ്റ്റനാവുകയും ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൺസിസ്റ്റൻറ്റ് പ്ലേയേഴ്സിൽ ഒരാളായി മാറുകയും ചെയ്ത മാറുവൻ അട്ടപ്പട്ടു, ശ്രീലങ്കൻ പ്ലെയർ. ചെറുപ്പത്തിലൊക്കെ ഞാൻ അട്ടപ്പട്ടു എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി ഓപ്പണറായിട്ട് ഒരുപാട് കാലം തിളങ്ങിയിട്ടുണ്ട് ശ്രീലങ്കയ്ക്ക് വേണ്ടി. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ആ കഥ മനസ്സിലാക്കുന്നത്. സോ നമ്മുടെ നാട്ടിൽ പല പ്ലേയേഴ്സും കളിച്ച് തുടങ്ങുമ്പോഴോ 1-2 കളികളിലെ ബാഡ് പെർഫോമൻസ് കാരണം സ്വയം ഡൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് പറയാം നിങ്ങൾ ഈ പണി നിർത്തിപ്പൊക്കോളാം. പക്ഷേ ഓൾവേസ് ട്രസ്റ്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന, നിങ്ങളൊന്ന് ഓർത്ത് 7 വർഷം പുള്ളി അത്രയും മോശം പെർഫോം ചെയ്തിട്ട് പുള്ളി എത്രമാത്രം ഡൊമസ്റ്റിക് കിടന്നിട്ട് കളിച്ച് പെർഫോം ചെയ്തിട്ടായിരിക്കും വീണ്ടും ടീമിലേക്ക് എത്തുന്നത് അല്ലേ. എത്രമാത്രം ആൾക്കാർ ആളോട് ബാഡ് പറഞ്ഞിട്ടുണ്ടാകും, ആൾ സ്വയം ഡൗട്ട് ചെയ്തിട്ടുണ്ടാകും. സോ ഇതുപോലെയുള്ള ഭയങ്കര വലിയ കംബാക്കുകൾ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കി കാണാൻ പറ്റും. ഇത് ക്രിക്കറ്റിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ലൈഫിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും താഴെ പോയിന്റ് ചെന്ന് നിന്ന് കഴിഞ്ഞാലും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കപ്പെടുമ്പോഴും അത്രയും ഫെയിലിയേഴ്സ് വരുമ്പോഴും വി ക്യാൻ ഓൾവേസ് റീസെറ്റ് അവർ ലൈഫ്, വി ക്യാൻ ഓൾവേസ് കം ബാക്ക് ടു ദ പോയിന്റ്. ആൻഡ് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും സ്വപ്നം കണ്ടതിനേക്കാളും ഒക്കെ മേലെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാവും. സോ ഓൾവേസ് ഗോ ഫോർ ഇറ്റ് എന്നുള്ളതാണ് സത്യം.